ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ രണ്ട് തരം ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡിസ്ക്രീറ്റ്, ഒന്ന് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലെ സ്പെസിഫൈഡ് വാല്യൂസ്, റാൻഡം വേരിയബിൾസിന് അസ്യൂം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലെ റിയൽ വാല്യൂസ്, റാൻഡം വേരിയബിൾസിന് അസ്യൂം ചെയ്യുന്ന തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസാണ്. ഓക്കെ, സോ അതിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൽ വരുന്ന ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൽ നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് സക്സസ് ആൻഡ് ഫെയിലിയർ എന്താണ്. നമ്മൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു, സക്സസ്സും രണ്ട് ഫെയിലിയറും. സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺസിഡർ ആൻ ഇവൻറ്റ് അസോസിയേറ്റഡ് ടു എ റാൻഡം എക്സ്പെരിമെൻറ്റ്. വെൻ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് a number of times, the event may or may not occur in each of these experiments. The occurrence of the event may be named success and the non-occurrence failure. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് അസോസിയേറ്റഡ് വിത്ത് റാൻഡം എക്സ്പെരിമെൻറ്റ്, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റ് പറയാണ്. ആ ഇവൻറ്റ് നമ്മൾ കുറച്ചധികം സമയം റിപ്പീറ്റ് ചെയ്യുന്നു. അത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. സോ അങ്ങനത്തെ ഓരോ എക്സ്പെരിമെൻറ്റിലും നമ്മൾ സക്സസ്സും ഉണ്ടാവാം, ഫെയിലിയറും ഉണ്ടാവാം. സോ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് നമ്മൾ സാധാരണ പറയുക രണ്ട് ഔട്ട്കംസേ ഉള്ളൂ, ജനറലി സ്പീക്കിംഗ്. ഒന്ന് സക്സസ് ആണ്, രണ്ട് ഫെയിലിയറാണ്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടോസിങ് എ കോയിൻ, ടു ഇവൻറ്റ്സ് ഹെഡ് ആൻഡ് ടെയിൽ. നമുക്കറിയാലോ, ഒരു തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് ഇവൻറ്റ്സാണ് സംഭവിക്കുക, ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. അതിൽ വൺ ഓഫ് ദം ഈസ് എ സക്സസ് ആൻഡ് ദി അതർ ഈസ് എ ഫെയിലിയർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ഹെഡാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹെഡ് കിട്ടുക എന്നുള്ളതാണെങ്കിൽ ആ പർട്ടിക്കുലർ ഇവൻറ്റിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെൻറ്റ്, കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ ഗെറ്റിംഗ് എ ഹെഡ് ഈസ് സക്സസ്, ഗെറ്റിംഗ് എ ടെയിൽ ഈസ് എ ഫെയിലിയർ. അതുപോലെ തന്നെ നമുക്ക് ടെയിലാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഗെറ്റിംഗ് എ ടെയിൽ ഈസ് എ സക്സസ്, ഗെറ്റിംഗ് എ ഹെഡ് ഈസ് എ ഫെയിലിയർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയമാണെങ്കിൽ, സപ്പോസ് നമുക്ക് 6 എന്ന് പറഞ്ഞ നമ്പറാണ് കിട്ടേണ്ടത്. നമുക്കറിയാം ഒരു ഡൈക്ക് 6 ഫേസസ് ഉണ്ട്. ഓരോ ഫേസിനും ഓരോ നമ്പർ 1 to 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഗെറ്റിംഗ് എ 6 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നതാണ് നമ്മൾ സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 6 ഗെറ്റിംഗ് എ 6 ഈസ് എ സക്സസ് ആൻഡ് ഗെറ്റിംഗ് എ 6 getting or not getting a 6 is a failure. Again 2 events. സോ ഇതാണ് സക്സസ്സും ഫെയിലിയറും എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷനാണ് നോക്കുന്നത്. റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n and p if its probability function is. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആ ഫംഗ്ഷൻ്റെ ഫോർമുല അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, സോ റാൻഡം വേരിയബിൾ ഇവിടെ എന്താണ്? എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെ വിളിക്കും: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെഡ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n and p if its probability function is.
അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, ഇനി ഓരോന്നും എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ്. നേരത്തെ പറഞ്ഞ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് സക്സസും ഫെയിലിയറും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ, നമ്മൾ എന്ത് ഇവൻ്റാണോ സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കും. അതാണ് ഫംഗ്ഷനിൽ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ് ഈസ് ദ നമ്പർ ഓഫ് സക്സസ്. ദെൻ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഫോർ എ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. ഒരു സിംഗിൾ ട്രയലിൽ നമുക്ക് സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ എന്ന് പറയുകയാണെങ്കിൽ 1 മൈനസ് പി ആണ്. നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റീൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കുമല്ലോ. സോ സക്സസ് പ്ലസ് ഫെയിലിയറാണ് ടോട്ടൽ പ്രോബബിലിറ്റി. സോ പി പ്ലസ് ക്യൂ എന്നുള്ളത് നമുക്ക് 1 എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ പിൻ്റെ വാല്യൂ നമുക്കറിയെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആയിരിക്കും. പിന്നെ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ട്രയൽസ്, എത്ര ട്രയൽസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആണ് എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്ക്രീറ്റ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ ഒരു ഫംഗ്ഷൻ എഫ്, ഇത് ഓർത്തിരിക്കുക. ഇതാണ് നമുക്ക് ഇനി വേണ്ടത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ ആണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ്, പി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ സക്സസ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഫെയിലിയർ. അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി. 1ൽ നിന്നും പ്രോബിലിറ്റി ഫോർ ഗെറ്റിംഗ് എ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കിട്ടും. ഓക്കെ, സോ ഡെഫിനിഷൻ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം. Importance of binomial distribution is very useful in decision making situation in business. അപ്പോൾ നമ്മൾ ഈ എല്ലാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും നമ്മൾ ബിസിനസ് ഫീൽഡിൽ അല്ലെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. എസ്പെഷ്യലി ഡിസിഷൻ മേക്കിങ്ങിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ തന്നെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. ഇനി ഇൻ ക്വാളിറ്റി കൺട്രോൾ ഇറ്റ് ഈസ് വെരി വൈഡ്ലി അപ്ലൈഡ്. അപ്പം ക്വാളിറ്റി കൺട്രോളിലൊക്കെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഡിഫറെൻറ്റ് ക്വാളിറ്റി അഷുറൻസ് പ്രാക്ടീസസ് ഉണ്ട്. നമുക്കറിയാം അതിപ്പം സർവീസസ് ആയിക്കോട്ടെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ. സോ അത്തരം മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. പിന്നെ ഡിഫറെൻറ്റ് സാമ്പിളിംഗ് ടെക്നിക്സിൽ വരുന്നതാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്നും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി നടത്താനായിട്ടുള്ള സാമ്പിൾ എടുക്കുന്നതിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ളൊരു സാമ്പിളിംഗ് ടെക്നിക്കാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ അതിലും നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളത് നമുക്കറിയാം. അത് ആക്ച്വലി ഡിറൈവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ശരിക്കും മാത്സ് സ്റ്റുഡൻസിനാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ അതുകൊണ്ടാണ് നേരത്തെ ആ ഫംഗ്ഷൻ മാത്രം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അതിൻ്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് മാത്രം പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ജഡ്ജ് വെദർ എ കോയിൻ ഓർ ഡൈ ഈസ് അൺബയാസ്ഡ് ഓർ നോട്ട്. ഇത് പിന്നെ നമ്മൾ സാധാരണ ഡൈ ത്രോ ചെയ്യുന്ന അതുപോലെ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിലൊക്കെ അതായത് അൺബയാസ്ഡ് ആണ്, അതായത് വേറെ കള്ളത്തരമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അത് നമ്മൾ അതിൻ്റെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രഡിക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിറ്റുവേഷൻസ് വേർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ്. റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാസ് 2 outcomes which can be called success and failure. അതായത്
ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കംസ് ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അത് വെച്ചാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കംസ് എന്ന് എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. അതായത് ആ പർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെൻറ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്, അതായത് ഒരു പർട്ടിക്കുലർ ഫൈനൈറ്റ് നമ്പർ എത്ര തവണയാണോ അത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളത് ഫൈനൈറ്റ് ആണെങ്കിൽ അത്തരം സിറ്റുവേഷനിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് ആണ്, ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓരോ ട്രയലും ഡിഫറെൻ്റ് ആണ്. ഓരോ ട്രയലിൻ്റെ പ്രോബിലിറ്റി ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാമെന്നുള്ളതാണ്. പിന്നെ പ്രോപ്പർട്ടീസാണ്. ഇതൊക്കെ സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇതിൻ്റെയൊക്കെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും പഠിക്കാനുള്ള എക്സാമിന് അത് ചോദിക്കില്ല, സിലബസിലാവുന്നില്ല. നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുക. സോ എന്നിരുന്നാലും നമ്മളൊരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രോപ്പർട്ടീസ് കൂടി അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്കറിയാം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും, ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് റാൻഡം വേരിയബിൾ. അതിലൊന്നാമത്തെയാണ് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ദ ഷേപ്പ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചസ് ആസ് പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ. എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ അത് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പോൾ ആസ് പ്രോബിലിറ്റി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ട്രയൽസിന് പ്രോബബിലിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ഷേപ്പ് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് 1 or 2 മോഡൽ വാല്യൂസ്. അതായത് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാല്യൂസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് വരുന്ന, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതിൻ്റെ മോഡ് കാണാൻ വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ഏതാണോ അതാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ 2 മോഡ് വാല്യൂസ് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ NP ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആസ് റൂട്ട് NPQ. ഇതൊക്കെ എന്തായാലും ഇത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ നമ്മൾ പറയാം N×P, അതായത് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്, P എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് N×P×Q, അതായത് N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ്, P എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ആണ്, പിന്നെ Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 - P. പ്രോബിലിറ്റി ഫോർ എ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ, അത് 1-ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് Q കിട്ടും. സോ റൂട്ട് NPQ ആണെന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇഫ് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദെയർ സം ഓൾസോ ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അടുത്തത് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ആണെങ്കിൽ അവരുടെ സമ്മും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അടുത്ത പ്രോപ്പർട്ടിയാണ്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആവറേജ് ഇൻക്രീസ് ചെയ്യുന്നു ആസ് N ഇൻക്രീസസ്. അതായത് നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആ വാല്യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുന്നു, അതോടൊപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ. അടുത്തത് ഇഫ് N is large and if neither P nor Q is too close to 0, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ may be approximated to normal distribution. അതായത് നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണ് അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആണ്, അത് ഒരുപാട് തവണ നമ്മൾ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി P or Q എന്ന് പറഞ്ഞാൽ 1 - P, ഇതിൻ്റെ വാല്യൂ 2 close to 0, 0യോട് വളരെയധികം അടുത്ത് വരുന്നുണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട്
അപ്രോക്സിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്വഭാവം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നൊരു സാധനമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം, ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്നതാണ്. സോ ഇത്രയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ.